ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫൻഹാസ് വേൾഡിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടാണ്. ഇന്ന് ഗൈസ് നല്ല ഈസി ആൻഡ് സിമ്പിളായിട്ട് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. കോൺഫ്ലോർ, വൈറ്റ് ഗ്ലൂ, വിനേഗർ, വാട്ടർ, പിന്നെ ഒരു കളറസ് ആയിട്ടുള്ള ഓയിലാണ് ഈ ഒരു ക്ലേ ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ ആവശ്യമുണ്ട്. അങ്ങനെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ ക്ലേ വേണ്ടത് അതിനനുസരിച്ച് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലോർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. മൈദ എടുത്താൽ അത്ര റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചേ കോൺഫ്ലോർ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ ക്ലേ വേണ്ടത് അതിനനുസരിച്ച് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് ഫെവിക്കോൾ ആഡ് ചെയ്യണം. ഫെവിക്കോൾ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ അടുത്തിൽ ഏത് വൈറ്റ് കളറിലുള്ള ഗ്ലൂ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫെവിക്കോളിൻ്റെ അളവെന്ന് വെച്ചാൽ കോൺഫ്ലോർ എത്രയാണ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് വിനീഗറാണ്. ഈ വിനീഗർ എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് കേട് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിനീഗറിന് പകരം ലെമൺ ജ്യൂസ് എടുക്കുക, എന്നാലും വിനീഗർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നത് ഒരു 2-3 വീക്ക് എങ്ങാനും കേട് വരെ നല്ല സെറ്റായിട്ട് തന്നെ നിൽക്കും എന്നാണ്. അപ്പം ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെള്ളമാണ്. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്തു, പൂപ്പല് പിടിച്ച് കേട് വരും. ഞാൻ വെള്ളം ഒഴിക്കണം എന്നില്ല, വെള്ളത്തിൻ്റെ ഒരു ഫെവിക്കോൾ തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ കുറച്ചും കൂടി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെവിക്കോൾ ഒഴിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഇടയിലൊക്കെ ഫെവിക്കോൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു ഓയിൽ എടുക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഏത് ഓയിൽ എടുത്താൽ, പക്ഷേ എന്ത് ചെയ്യുക, ഒരു കളർ ഇല്ലാത്ത ഓയിൽ എടുക്കാൻ ശ്രമിക്കുക. കളറായാലും പിന്നെ നമ്മുടെ ക്ലേ ഒരു മഞ്ഞ കളറായി തോന്നും. നിങ്ങളുടെ അടുത്ത് വൈറ്റ് കളറുള്ള പെയിൻറ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. പക്ഷേ എൻ്റെ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കൈ കൊണ്ട് തന്നെ പത്തിരിമാവ് കുഴക്കുന്നത് പോലെ എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് കുഴക്കുക, സോഫ്റ്റ് ആവുന്നത് വരെ കുഴക്കുക. ഞാൻ അതിൻ്റെ ഇടയിൽ ഫെവിക്കോൾ ഒഴിക്കുന്നത് എന്തിനാ വെച്ചാൽ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് നമ്മളെ കഴിയുന്ന വിധം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത് നമ്മൾ വിരലിൽ ഒട്ടിപ്പിടിക്കും, പക്ഷേ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അതാണ് കേട്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ കയ്യിലെടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ മിക്സ് ചെയ്യൽ പരുവത്തിൽ നമ്മുടെ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലേ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു ക്ലേക്ക് എന്തെങ്കിലും സ്മെല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബോഡി ലോഷൻ എടുത്തിട്ട് ഈ ഒരു ക്ലേ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ലൊരു ക്ലേ എന്ത് ചെയ്യാം, സോഫ്റ്റ് ആവാനും നല്ല ഫ്രേഗ്രൻസ് കിട്ടാനും സഹായിക്കും കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്ലേ എടുത്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെടുത്തുള്ള ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൽ കുറച്ച് ബോഡി ലോഷനും ഓയിലും തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ക്ലേ എന്ത് ചെയ്യുക, അതിൽ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞ് കൊടുക്കുക. എയർ ഒന്നും കയറാത്ത വിധം പൊതിയണം. എയർ കയറിയാൽ എന്ത് ചെയ്യും, നമ്മുടെ ക്ലേ പെട്ടെന്ന് കേട് വരാണ്ട് നാശമായി പോകും. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും എയർ ഒന്നും കയറാത്ത ഒരു പാത്രത്തിൽ ഇത് ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുക. ഞാൻ ഈ ഒരു ക്ലേ ഉണ്ടാക്കിയ ബൗൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, മൂടി വെക്കുക. ഞാൻ അത് നെക്സ്റ്റ് ഡേ ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ ആയിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ക്ലേ ഒരു ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കിയാൽ, അപ്പോൾ ഞാൻ ബൗളൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന ക്ലേനെക്കാട്ടി അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കൊന്നും ചെയ്യാതെ തന്നെയാണ് ഈ ക്ലേ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ചാനലിൽ ഈ ഒരു ക്ലേ വെച്ചിട്ടുള്ള ആർട്ടിനായിരിക്കും കേട്ടോ മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ ക്ലേ വെച്ച് ഉണ്ടാക്കിയ സംഭവങ്ങളാട്ടത്. അപ്പോൾ ഈ ഒരു സ്ട്രോബെറി ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ട്രോബെറിനാണ് പറയാൻ ആർക്കാറ്. പിന്നെ ഒരു മിനി ആയിട്ടുള്ളൊരു പ്ലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് ഏത് ക്രാഫ്റ്റ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.